അടിച്ചു പൊളച്ചു തിമിർത്തു. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ബോർ അടിക്കുന്നില്ലേ? എല്ലാരും വാ, നമുക്ക് പോയിട്ട് ഒളിച്ചു കളിക്കാം. ഞാൻ പോയി ഒളിക്കാം, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കണ്ടുപിടിക്കും. അത് വേണ്ട, ഞാൻ തന്നെ ഒളിക്കാം. നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചാ മതി. നീയാണ് ഒളിക്കുന്നതെങ്കിലേ നിന്നെ കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലല്ലോ, സംശയമുണ്ടോ? അതുകൊണ്ട് ഈ ഞാൻ തന്നെ ആദ്യം ഒളിക്കും, നിങ്ങൾ എന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. ഞാൻ തന്നെ പോപ്പട്ടിനെ ആദ്യം കണ്ടുപിടിക്കും. 1 2 3. ഞാൻ പോയി ലിവിംഗ് റൂമിൽ നോക്കിയിട്ട് വരാം. എടാ, എന്നാലും പോപ്പട്ട് ഇത് എങ്ങോട്ട് പോയി കാണും? ഇവിടെ എങ്ങും കാണുന്നില്ലെന്നേ. ഇവിടെ നമ്മൾ അവനെ തിരക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അവൻ ഇവിടെ എവിടെയെങ്കിലും മാറി നിന്ന് ഇതൊക്കെ കണ്ട് രസിക്കുന്നുണ്ടാവും. അല്ല, നമ്മൾ ബാത്റൂം ചെക്ക് ചെയ്തില്ലല്ലോ. നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം. ഈ തുണികളൊക്കെ ആരെവിടെ കൊണ്ടിട്ടത്? ഇതൊക്കെ വാഷിംഗ് മെഷീനിലല്ലേ കൊണ്ടിടേണ്ടത്? എന്നാലും ആ പോപ്പട്ട് ഒളിച്ചിരിക്കുന്ന കാര്യത്തിൽ പുരി തന്നെ എങ്ങും കാണുന്നില്ലെന്നേ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അവൻ എവിടെങ്കിലും കുടുങ്ങിപ്പോയി കാണുമോ? ഹായ് പോപ്പ. കൊച്ചു കള്ള. അയ്യോ, ഈ ഒളിച്ചുകളി ഒളിച്ച് നിലവിളിയായിട്ട് മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ സ്വർദാറെ, പോപ്പട്ടിന് നല്ല മുറിവുണ്ട്. ഹണി, നീ വേഗം പോപ്പട്ടിന് ഒരു ടാബ്ലറ്റ് കൊടുക്ക്. എടാ ഹണി, നീ എന്താ ഈ ചെയ്തത്? പോപ്പട്ടിനെ ടാബ്ലറ്റ് കഴിപ്പിച്ചതാണ്. നല്ല ഹൈ സ്പീഡ് ടാബ്ലറ്റ് ആണ്, പെട്ടെന്ന് തന്നെ ശരിയായിക്കോളും. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് നമുക്ക് ഇവനെയും കൊണ്ട് ആ ബാലുവൈദ്യരുടെ അടുത്തേക്ക് പോവാം. അയ്യോ, ഒന്ന് വേഗം ആവട്ടെ, എന്നെ ഒന്ന് പിടിക്കോ. വൈദ്യരെ, എനിക്ക് 5 ദിവസമായിട്ട് നല്ല പനിയും ജലദോഷവും ഉണ്ട്. ഇവിടെ വരൂ. 5 ദിവസം കൊണ്ട് പനിയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല? വീട്ടിലെ ഹീറ്റർ കേടായി പോയായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ എന്നെ ഹീറ്ററാക്കി യൂസ് ചെയ്യായിരുന്നു. ഹീറ്റർ ശരിയാക്കിയപ്പോ ഞാൻ മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് വന്നു. ഇങ്ങോട്ട് വരൂ. ദാ ഈ മരുന്നെടുത്തോളൂ, പനി പെട്ടെന്ന് മാറും. അയ്യടാ അയ്യാ, കോലടിച്ചല്ലോ, കോലടിച്ചു. നമ്മൾ ഒരുപാട് മോഷ്ടിച്ചു. ഇനി കുറച്ച് തരികിട പരിപാടി കേട്ടോ. എന്താ മോനെ ദിനേശ, പറഞ്ഞത് മനസ്സിലായില്ലേ? പക്ഷേ ഈ തരികിട പരിപാടിയിലൂടെ നമുക്ക് എന്താ കിട്ടുക? ആ പെട്ടിയിലിരിക്കുന്ന നോട്ട് നീ ശ്രദ്ധിച്ചില്ലേ മോനെ ദിനേശ? അത് നമുക്ക് കിട്ടും. അല്ല, അതെങ്ങനെയാ? ആ ബാലു വൈദ്യരെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഞാൻ ബാലു ഡോക്ടറായി മാറും മോനെ ദിനേശ. പച്ചിലകളും തുളസിയിലകളും കൂട്ടി യോജിപ്പിച്ച് കഷായമുണ്ടാക്കി ഞാൻ പൈസ വാങ്ങും. ഇറ്റ് വിൽ ബി ഫൺ മോനെ ദിനേശ. ചെല്ലേ. ഇങ്ങോട്ട് വരൂ. തന്റെ അസുഖം എന്താണെന്ന് പറയൂ. ഇന്നലെ തൊട്ട് തുടങ്ങിയ ഒരു വിറയല. അയ്യോ, അടിച്ചു പൊളിച്ചു തിമിർത്തു. വൈദ്യര് നല്ല പഞ്ഞി പോലത്തെ കുഷിനാണല്ലോ വാങ്ങിച്ചിരിക്കുന്നത്. വൈദ്യർക്ക് ദേഷ്യം വരുന്നതിന് മുൻപ് നീ അദ്ദേഹത്തിന്റെ തലേന്ന് എഴുന്നേക്കാൻ നോക്ക് പോപ്പട്ടെ. ഇങ്ങോട്ട് വരൂ. ഇവന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇഞ്ചിയും കുരുമുളകും ജാതിക്കായും പിന്നെ അശ്വഗന്ധ കൂടെ കുറച്ച് പാലും ചേർത്ത് തരാം. വൈദ്യരെ, ചായയൊക്കെ പിന്നെ ഉണ്ടാക്കി തന്നാ മതി. ആദ്യം ഇവന് വേഗം മരുന്ന് കൊടുക്കുന്നേ. അവിടെ വരൂ. അവിടുന്ന് മാറി നിൽക്ക്. ഇത് മരുന്ന് തന്നെയാണ്. ദാ പിടിച്ചോ, ഇതുവരെ കഴിപ്പിക്കണം. അഥവാ ഈ ഗുളിക കഴിച്ചിട്ടും അസുഖം മാറിയില്ലെങ്കിലോ? അപ്പൊ ദാ ഇത് കൊടുത്താ മതി. അഥവാ ഈ ഗുളിക കൊണ്ട് ശരിയായില്ലെങ്കിലോ? അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങളതാ ഈ ഗുളിക കഴിക്കണം.
ഇത് പോസിറ്റീവായി ചിന്തിക്കാനുള്ള ഗുളികയാണ്. നിങ്ങൾ എല്ലാവരും വളരെ നെഗറ്റീവാണ്. ഇവിടെ വരൂ, ഇതിൽ കാശിടൂ, വേഗം പൊക്കോളൂ. ഇങ്ങോട്ട് വരൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളെല്ലാവരും എന്റെ ഈ കടയ്ക്ക് മുന്നിൽ വന്ന് ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു പുതിയ മരുന്നുണ്ടാക്കിയിരിക്കുകയാണ്. അത് കഴിച്ചാൽ ഇനി ആർക്കും ഒരു അസുഖവും വരില്ല. ഇതിലേക്ക് കാശിടൂ. ഇതെന്താ ഇത്? അല്ല, ഇവർക്കെല്ലാം ഇത് എന്താ പറ്റിയത്? ഇവരെന്താ ഇത്ര വിചിത്രമായി പെരുമാറുന്നത്? ഒട്ടും തന്നെ കഷ്ടപ്പെടാതെ നമുക്കിതാ ഇവിടെ ഒരു വലിയ ലോട്ടറി അടിച്ചിരിക്കുന്നു മോനെ ദിനേശ. ആ വൈദ്യരുടെ വേഷത്തിൽ നമ്മൾ ഒരുപാട് കാശുണ്ടാക്കി. ആഹാ, നല്ല രസമുണ്ടായിരുന്നു അല്ലേ മോനെ ദിനേശ? അയ്യോ, അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് വൈദ്യരാണോ? ഹണി, നിനക്കെന്താ വട്ടുപിടിച്ചിരിക്കുകയാണോ? കാലം കൂട്ടുകാരുടെ രൂപത്തില് കൂടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. സംശയമുണ്ടോ? ഇതാ ഡ്യൂപ്ലിക്കേറ്റ് വൈദ്യരുടെ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നാണ്. അവരുള്ള കണ്ട പച്ചിലകളൊക്കെ അരച്ചു ചേർത്ത് മരുന്നുണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുകയാണ്. എന്തോന്ന്? നമ്മുടെ ബാലുവൈദ്യര് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുകയാണെന്നോ? എന്നാ അയാളെ ഞാൻ ഇന്ന് ശരിയാക്കും. ഇവിടെ വരൂ. ഇനി എന്ത് മരുന്നാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരുപാട് തല്ല് കിട്ടിയതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മരുന്ന് വല്ലതും ഉണ്ടോ വൈദ്യരെ? അയ്യോ ഇല്ല. അല്ല, ആർക്കാ തല്ല് കിട്ടിയത്? അതൊരു ഫ്രോഡ് ബാലുവിനാണ്. താനൊരു വ്യാജ വൈദ്യനാണ്. ശരിക്കുള്ള ബാലുവൈദ്യൻ എവിടെ? ചേട്ടാ, നമ്മൾ പിടിക്കപ്പെട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ വരൂ. ഇനി ഇവിടെ എന്താ തടി കേടാവും. റൺ ബേബി, റൺ ബേബി, റൺ. ആരും പേടിക്കണ്ട, കുതിര തിരിച്ച് രഥത്തിന്റെ അടുത്തേക്ക് തന്നെ വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ ഇവിടെ കുതിര വരുന്നതിന്റെ മുഹൂർത്തം നോക്കിക്കൊണ്ടിരുന്നു. എടാ, നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് വൈദ്യരെ പിടിക്കണം. ഇത് ആമകളുടെ വേഷം കെട്ടിയ ചീറ്റപ്പുലിയാണെന്ന് തോന്നുന്നേ. ആ ബാലു വൈദ്യർ ഞങ്ങൾക്ക് മരുന്ന് തന്നതാ. അത് കഴിച്ചതിന് ശേഷമാ ഞങ്ങൾക്ക് ഇങ്ങനെ സ്പീഡ് കൂടിയത്. പണ്ട് നിന്നെ ഒരു ആമ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ സത്യമാണോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. അല്ലെങ്കിലും ഈ ആമകൾ എങ്ങനെ സ്പീഡിൽ ഓടാനാ? അയ്യോ, എന്റെ തല കറങ്ങിപ്പോയി. ഇനി ഞാൻ ഒരിക്കലും ആമകളെ കളിയാക്കില്ലേ. എന്താ ചിറകൊണ്ട് നീ പറക്കാൻ പറ്റില്ല എന്നാ എനിക്ക് തോന്നുന്നേ. അപ്പോ
ശരിക്കുള്ള ബാലു എവിടെയാണെന്ന് പറയാ. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല, ഞാനുള്ള സത്യം എല്ലാം പറയാം. വല്ലാതെ ദാഹിക്കുന്നു, അല്പം വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ ഞാൻ ഉള്ള സത്യം എല്ലാം പറയാമേ. ബാലു വൈദ്യനെ അയാളുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കിയിരിക്കുന്നത്. എവിടെ വരൂ. നിങ്ങൾ എനിക്ക് ചീത്തപ്പേരുണ്ടാകാതെ എന്നെ രക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പോപ്പട്ട് ഇവിടെ വരൂ. ദാ ഈ മരുന്ന് കഴിക്കൂ. ആഹാ കൊള്ളാലോ. പോപ്പട്ട് പഴയതുപോലെയായി. ഇനി നാട്ടിലുള്ളവരെ കൂടി പഴയതുപോലെ ആക്കണം. തീർച്ചയായും അത് എന്റെ ഡ്യൂട്ടിയാണ്. അടിച്ചു അടിച്ചു പൊളിച്ചു തിമിർത്തു, എല്ലാവരും നോർമലായി. കൊള്ളാം. എല്ലാരും ശരിയായില്ലല്ലോ. ദാ ഈ ആനക്ക് മുമ്പിലും പുറകിലും 2 വാലുണ്ട്. എടാ അത് ആനയാടാ മണ്ട. മുമ്പിൽ കാണുന്നത് അതിന്റെ തുമ്പ് കയ്യാ. ഏത് ഗുളിക കഴിച്ചാലും നിനക്ക് മാത്രം ഒരു മാറ്റവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയമുണ്ടോ?